Hi everybody, welcome back to another class of labor law. Today we are going to discuss retrenchment. This is the third class in labor law and we are studying the Industrial Disputes Act of 1947. In this video, I am going to cover section 200, section 25F and section 25Q of the Industrial Disputes Act 1947. എന്താണ് retrenchment? ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ വർക്ക്മെന്നെ ഡിസിപ്ലിനറി ആക്ഷൻ്റെയോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റിൻ്റെയോ ഭാഗം അല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിരിച്ചുവിടുന്നതിനെയാണ് റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ലേബറിനെ ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഫലമായിട്ട് പണിഷ്മെൻ്റ് ആയിട്ട് പിരിച്ചുവിടുന്നതിനെ നമ്മൾ ഡിസ്മിസൽ എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ലേബറിനെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ പിരിച്ചുവിടുന്നതിനെയാണ് റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. റിട്രെഞ്ച്മെൻറ്റിന് എന്ത് കാരണങ്ങൾ വേണമെങ്കിലും ആകാം. സപ്പോസ് ഇപ്പോൾ ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ റീഓർഗനൈസ് ചെയ്യുന്നു, ഒരു ന്യൂ ലേബർ സേവിംഗ് ആയിട്ടുള്ള മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെക്കുക. അത്തരത്തിൽ ഒരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ വർക്കേഴ്സിൻ്റെ ജോലി അവിടെ ആവശ്യമില്ലാതായിട്ട് വരും. അത്തരത്തിൽ മിച്ചം വരുന്ന ലേബേഴ്സിനെയാണ് സർപ്ലസ് ലേബർ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിട്രെഞ്ച്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെർമിനേഷൻ ഓഫ് സർപ്ലസ് ലേബർ. സർപ്ലസ് ലേബറുടെ മിച്ചം വരുന്ന ജോലിക്കാരുടെ സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. Now let's see the definition. Section 200 of Industrial Disputes Act 1947 deals with the definition of retrenchment. According to Section 200, retrenchment is the termination of the service of a workman by the employer for some reason other than a punishment or disciplinary action. That is, there are four essentials of retrenchment. There must be termination of service of a workman. Such a termination must be by the employer and for any reason other than punishment inflicted as disciplinary action. So retrenchment is the termination of service of a workman by the employer. That is, there must be an employer-employee relationship for any reason other than punishment or disciplinary action. ഇനി ഈ പറയുന്ന 4 കാര്യങ്ങൾ റിട്രെഞ്ച്മെൻറ്റിൽ ഉൾപ്പെടുന്നില്ല. ദ ടേം റിട്രെഞ്ച്മെൻറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ്, റിട്ടയർമെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് സൂപ്പർ ആനുവേഷൻ, termination of service on the ground of continuing ill health, and termination of service due to non-renewal of the contract between the employer and the employee on its expiry. Voluntary retirement, സൂപ്പർ ആനുവേഷൻ ഏജിലുള്ള റിട്ടയർമെൻറ്റ്, ഇത് രണ്ടും റിട്രെഞ്ച്മെൻറ്റ് അല്ല. ഒരാളുടെ ഏജ് പൂർത്തിയായി നടക്കുന്ന റിട്ടയർമെൻറ്റിനെയാണ് റിട്ടയർമെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള റിട്ടയർമെൻറ്റ് റിട്രെഞ്ച്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടില്ല. തുടർച്ചയായിട്ട് ഏതെങ്കിലും രോഗങ്ങളുടെ കാരണം കൊണ്ട് കണ്ടിന്യൂയിങ് ഇൽ ഹെൽത്ത് കാരണം ഉള്ള ടെർമിനേഷൻ റിട്രെഞ്ച്മെൻ്റ് അല്ല. പിന്നെയോ എംപ്ലോയറിനും എംപ്ലോയിക്കും നടുവിൽ ഉള്ള കോൺട്രാക്റ്റിൻ്റെ റിന്യൂവൽ മുടങ്ങിയിട്ട് ഉള്ള ടെർമിനേഷൻ, അതും റിട്രെഞ്ച്മെൻറ്റ് അല്ല. ദാറ്റ് ഈസ് voluntary retirement, retirement at the age of superannuation, termination of service on the ground of continuing ill health, and termination of service due to non-renewal of contract between the employer and employee on its expiry. These are not retrenchments. Now section 25F. Section 25F of Industrial Disputes Act 1947 lays down the conditions preceding to retrenchment of workmen. To invoke these conditions, the workman must have continuous service of 240 days in a calendar year of 365 days. 365 ദിവസം ഉള്ള ഒരു ഇയറിൽ 240 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് ഉള്ള ഒരു വർക്ക്മാന് മാത്രമേ ഈ 25Fൽ പറഞ്ഞിരിക്കുന്ന റിട്രെഞ്ച്മെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഇൻവോക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 240 ഡേയ്സ് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ സൺഡേയ്സും അല്ലെങ്കിൽ മറ്റ് ഓഫ് ഡേയ്സും ഫെസ്റ്റിവൽസും നാഷണൽ ഹോളിഡേയ്സും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അത്തരത്തിൽ
240 ഡേയ്സ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള ഒരു വർക്കുമാനെ പിരിച്ചുവിടുമ്പോൾ എംപ്ലോയർ പാലിക്കേണ്ട ഒരു 5 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് സെക്ഷൻ 25F പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ 240 ഡേയ്സ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള ഒരു വർക്കുമാനെ പിരിച്ചുവിടുമ്പോൾ എന്തിനാണ് ഇത്രയും ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്നത്? യെസ്, to compensate the workman for loss of employment until he finds an alternate employment. ഈ വർക്ക്മാന് ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കണ്ടെത്തുന്നും വരെ അദ്ദേഹത്തിൻ്റെ ഈ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ, അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് നഷ്ടപ്പെട്ടതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. So, a workman who has a continuous service of 240 days in a calendar year of 365 days can be retrenched only if the following 5 conditions or guidelines are fulfilled. That is the importance of section 25F. Now let's see the conditions. Number 1, 1 month prior notice specifying the reason in writing must be given to the workman before retrenchment. If the period of notice is less than 1 month, then 1 month's salary must be paid. Number 3, if there is an agreement between the employer and employee about the termination of service, then no notice is necessary to the workman. The compensation for retrenchment must be paid in the following manner. 15 days average wages must be paid for every completed year of continuous service. If there is uncompleted year of service that is less than a year but it exceeds 6 months period, then it has to be taken as one complete year. Finally, the prescribed notice must be sent to the government or any other specified authority. ഈ റിട്രഞ്ച് ചെയ്യപ്പെടാൻ പോകുന്ന വർക്കുമാന് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ 1 മാസം മുമ്പേ തന്നെ റിട്രഞ്ച്മെൻറ്റിനുള്ള കാരണങ്ങൾ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കണം. നോട്ടീസിൻ്റെ പീരീഡ് 1 മാസത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ 1 മാസത്തെ സാലറി ആ വർക്കുമാന് നൽകിയിരിക്കണം. ഓൾറെഡി വർക്കുമാനും അദ്ദേഹത്തിൻ്റെ എംപ്ലോയറിനും നടുവിൽ ഒരു എഗ്രിമെൻ്റ് ഈ ടെർമിനേഷനെ പറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രയോർ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. വർക്കുമാൻ്റെ ഓരോ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിനും 15 ദിവസത്തെ ആവറേജ് പേ എന്നുള്ള രീതിയിലായിരിക്കണം കോമ്പൻസേഷൻ കണക്കാക്കേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സർവീസ് ഏതെങ്കിലും ഒരു വർഷം 6 മാസത്തിൽ കൂടുതലുമുണ്ട്, പക്ഷേ 1 വർഷത്തിൽ താഴെയുമാണ് എന്നുണ്ടെങ്കിൽ അത് 1 ഇയർ ആയിട്ട് തന്നെ കണക്കാക്കി കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈനലി ഈ റിട്രെഞ്ച്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അതിൻ്റേതായ അതോറിറ്റിക്കോ കാണിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ ലെറ്റർ കൊടുത്തിരിക്കണം. Section 25F says, no employee shall be retrenched by the employer until notice in the prescribed manner is served on the appropriate government. Section 25F പ്രകാരം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ഫോർമൽ ലെറ്റർ കൊടുക്കാതെ ഒരു എംപ്ലോയിയെയും റിട്രെഞ്ച് ചെയ്യുവാൻ പാടില്ല. This letter to the government is a formality. So അത്തരത്തിലൊരു ഫോർമാലിറ്റി പാലിക്കപ്പെടാതുള്ള റിട്രെഞ്ച്മെൻറ്റുകൾ പീനലൈസ് ചെയ്യപ്പെടാവുന്നതാണ്. Now the procedure for retrenchment, that is the rule of last come first to go. അവസാനം വന്ന ആൾ ആദ്യം പോകണം. ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ is the rule of retrenchment. മാനേജ്മെൻറ്റിൻ്റെ കൺസിഡറേഷൻ സീനിയോറിറ്റി ഓഫ് ദി എംപ്ലോയി ആയിരിക്കാൻ പാടില്ല. അവർ ഏത് ഡേറ്റിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ആരാണ് അവസാനം വന്നത്, ആ വ്യക്തി ആദ്യം പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ ദ എംപ്ലോയീസ് പൊസസിങ് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ക്യാൻ ബി റീറ്റെയിൻഡ്. സ്പെഷ്യൽ ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസിനെ വേണമെങ്കിൽ റീറ്റെയിൻ ചെയ്യാം, പക്ഷേ അതിനുള്ള വാലിഡ് റീസൺസ് എംപ്ലോയറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. So, last come first go is the rule of retrenchment and the management must act fairly irrespective of the seniority of the workers. Now procedure for reinstatement. Reinstatement na ജോലിയിലേക്ക് തിരിച്ചെടുക്കുക. Procedure for reinstatement of retrenched workmen is given in section 2II and the procedure for reinstatement is last went first come. അവസാനം റിട്രെഞ്ച് ചെയ്ത എംപ്ലോയിയെ ആദ്യം റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് റീഇൻസ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ.
മാനേജ്മെൻറ്റിന് റിട്രഞ്ച്മെൻറ്റിന് വിധേയമാക്കപ്പെട്ട എംപ്ലോയീസിനെല്ലാം നോട്ടീസ് കൊടുക്കാം. അവരിൽ ആരൊക്കെയാണ് തിരിച്ച് ആ കമ്പനിയിലേക്ക് വരുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാം. അങ്ങനെയും റീഇൻസ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. Finally, penalty for retrenchment without previous permission. According to Section 25Q, an employer who violates the provisions relating to retrenchment of workmen shall be punished with imprisonment extending up to 1 month or fine up to 1,000 rupees or with both.